ഹേ വാട്സപ്പ് ബഡീസ്, എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. 2024 എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഐ ടേൺ ദിസ് വീഡിയോ ഇൻ ടു ദിസ്. ഇത് ഞാൻ 2 സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഫോട്ടോഷോപ്പും ആഫ്റ്റർ എഫക്ട്സും ആണ്. ഇതെങ്ങനെയാണ് ചെയ്തത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ ബേസിക്കലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഫ്രെയിം, അതായത് നമ്മൾ ഏതാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ ഒരു ഇമേജ് നമ്മൾ സേവ് ചെയ്യുക. നമ്മൾ നേരെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള ആ ഇമേജ് നമ്മൾ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഒബ്ജക്റ്റ് ഏതാണോ അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് പെൻ ടൂൾ യൂസ് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ അത് മാസ്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്രത്തോളം ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും ഇത് വർക്ക് ഔട്ട് ആവാൻ എളുപ്പമാണ്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒരു ക്ലീൻ പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടതാണ്. ക്ലീൻ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാച്ച് ടൂൾ വെച്ച് നമ്മൾ അത് മൊത്തം മാച്ച് കളഞ്ഞ് അവിടെ ഒരു ക്ലീൻ പ്ലേറ്റ് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ക്ലീൻ പ്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നമ്മുടെ കട്ട് ചെയ്ത ഒബ്ജക്റ്റ് കൂടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിനെ നമ്മൾ PST ഫയലായിട്ട് തന്നെ സേവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തു വെച്ച അതേ കോമ്പ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ PSD ഫയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഒരു ചോദ്യം വരും. അതിൽ കോമ്പോസിഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കോമ്പോസിഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്ത ലെയർ ആയിട്ടുള്ളത് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മളൊരു ക്ലീൻ പ്ലേറ്റ് ഇതിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ ഒറിജിനൽ ഫുട്ടേജ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫുട്ടേജ്. ഇതിലിപ്പോൾ ഒരു മാറ്റം വന്നിട്ടില്ല. ഇനി നമ്മൾ അതിൻ്റെ മുകളിലത്തെ ലെയറിൽ ക്ലീൻ പ്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായി ആ ക്ലീൻ പ്ലേറ്റ് അവിടെ വർക്കായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു മാസ്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ക്ലീൻ പ്ലേറ്റിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ ആ സബ്ജക്റ്റിൽ നിന്ന് കുറച്ചൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മളെ ഒബ്ജക്റ്റ് അതിൻ്റെ മുകളിൽ വയ്ക്കുക. ഇതിനെ നമ്മളൊന്ന് മാസ്ക് ചെയ്തെടുക്കുക. കാരണം നമ്മൾ വലിയൊരു ഫ്രെയിം ആയതുകൊണ്ട് ഇതിനെ മാസ്ക് ചെയ്തെടുത്തതിന് ശേഷം പപ്പിറ്റ് ടൂളിലേക്ക് പോവുക. അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇത്രയും പോയിന്റ്സ് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഈ അനിമേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ഫ്രെയിമിൽ വെച്ചാണോ നമ്മൾ പപ്പിറ്റ് ടൂൾ ആഡ് ചെയ്യുന്നത് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആവുന്നതാണ് ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് നമുക്ക് ഇതുപോലെ അനിമേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ 4 പിൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു അനിമേഷൻ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ നമ്മൾ കട്ടായി പോകുന്നിടത്തൊക്കെ മാസ്ക് പിടിച്ച് നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്കിപ്പോൾ ചില സ്ഥലങ്ങളിൽ കട്ടായി പോകുന്ന സ്ഥലങ്ങളിൽ മാസ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് ഈ ഫുട്ടേജ് അധികം മൂവ്മെന്റ് ക്യാമറയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാച്ച് മൂവിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇതിന് വേണ്ടി ചെയ്ത പ്രോസസ്സ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കുക. ഇതേപോലെ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൻ്റെ വീഡിയോസ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.